ക്ലാസ് 8 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, ലൈറ്റ്, മിറേഴ്സ് ആൻഡ് ലെൻസസ്. സോ ഈ ഒരു ലെസൺ നെയിമിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താ ലൈറ്റ് എന്ന് വെച്ചാൽ, വാട്ട് ഡു യു മീൻ ബൈ ലൈറ്റ്? ലൈറ്റ് ഈസ് ആക്ച്വലി എ ഫോം ഓഫ് എനർജി വിച്ച് ഹെൽപ്പ് അസ് ടു സീ ദ ഒബ്ജക്റ്റ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുമുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് കാണാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് എനർജീനെയാണ് നമ്മൾ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും നമുക്ക് ഒരുപാട് വസ്തുക്കളുണ്ട്, നമുക്കതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ കാണാൻ പറ്റുന്നത്? യെസ്, ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ലൈറ്റ്. ലൈറ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്ക് നമ്മളെ തന്നെ കാണണമെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ? യെസ്, വെരി ഗുഡ്, നമ്മൾ മിറർ യൂസ് ചെയ്യും അല്ലേ? നമ്മൾ മിറർ യൂസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ മിററിൻ്റെ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഓർമ്മ വരുന്നത് എന്താ? നമ്മുടെ വീട്ടിലുള്ള മിറർ. ആദ്യമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെ മുഖം നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ മേക്കപ്പിന് വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന മിറർ ഉണ്ടല്ലേ? ഡു യു നോ എനി അതർ യൂസസ് ഓഫ് മിറർ? എനി അതർ ടൈപ്പ് ഓഫ് മിറർ? ഓക്കെ, സോ യു നോ റൈറ്റ്, ദ ഡെൻറ്റിസ്റ്റ് ഈസ് യൂസിങ് മിറർ. ഡെൻറ്റിസ്റ്റ് മിറർ യൂസ് ചെയ്യാറുണ്ട്, സ്മോൾ മിറേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ വെഹിക്കിൾസിൽ റെയർ വ്യൂ മിറേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ റെയർ വ്യൂ മിറേഴ്സ്. ആൻഡ് ഓൾസോ ഇതുപോലെയുള്ള ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള മിറർ ഒന്ന് ശ്രദ്ധിച്ച്, അങ്ങനെ ടൈപ്പ് ഓഫ് മിറർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും അല്ലേ? എവിടെ കണ്ടിട്ടുള്ള? റോഡ് സൈഡിലൊക്കെ, ഒരു കേർവ്ഡ് ആയിട്ടുള്ള റോഡിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലത്തെ മിറേഴ്സും നമുക്ക് കാണാറുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് മിററുകളുണ്ട്. പല ടൈപ്പ് ഓഫ് മിറേഴ്സിനെ കുറിച്ച് നമുക്ക് അറിയുകയും ചെയ്യാം അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ മുഖം നോക്കുന്ന അതേ ഇതുപോലെ ഉള്ള മിറേഴ്സ് തന്നെയാണോ ഈ ഡെൻറ്റിസ്റ്റ് യൂസ് ചെയ്യുന്ന മിററും? സെയിം മിറർ ആണോ? നമുക്ക് കേർവ്ഡ് റോഡിൻ്റെ ഒക്കെ സൈഡിൽ നമ്മുടെ മിറേഴ്സ് കണ്ടിട്ടുണ്ട്. ആ മിററും നമ്മൾ മുഖം നോക്കുന്ന നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്ന മിററും സെയിം ആണോ? ഓക്കെ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോവാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിറേഴ്സിനെ കുറിച്ച്, അതുപോലെ എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിറർ യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നമ്മൾ പ്ലെയിൻ മിറർ ആണോ ഡെൻറ്റിസ്റ്റ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിറർ ഡെൻറ്റിസ്റ്റ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ റീസൺ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കും. നമ്മൾ റെഗുലർലി നമ്മൾ മുഖം നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മിറർ, ഇതുപോലെയുള്ള മിററുകൾ നമ്മൾ മുഖം നോക്കാൻ വേണ്ടി യൂസ് ചെയ്തല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള മിററിനെയാണ് നമ്മൾ പ്ലെയിൻ മിറർ എന്ന് വിളിക്കുന്നത്. പ്ലെയിൻ മിറർ. സോ ദീസ് ടൈപ്പ് ഓഫ് മിറർ ഈസ് കോൾഡ് പ്ലെയിൻ മിറർ. സോ വൈ ഇറ്റ് ഈസ് കോൾഡ് പ്ലെയിൻ മിറർ? അതിൻ്റെ പ്ലെയിൻ മിറർ എന്ന് വിളിക്കാൻ കാരണം എന്തായിരിക്കും? എങ്ങനെയാണ് അതിൻ്റെ സർഫസ് ഉള്ളത്? യെസ്, ദ സർഫസ് ഓഫ് ദി മിറർ ഇസ് എ പ്ലെയിൻ. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ പ്ലെയിൻ മിറർ. സോ പ്ലെയിൻ മിറർ എന്ന് വെച്ചാൽ എന്താണ്? യെസ്, സർഫസ് ഓഫ് ദി മിറർ പ്ലെയിൻ ആയിട്ടുള്ള, അങ്ങനെയുള്ള സർഫസ് ഉള്ള മിററിനെ നമ്മൾ പ്ലെയിൻ മിറർ എന്ന് വിളിക്കാം. ഇനി നമ്മൾ കണ്ട റയർ വ്യൂ മിറർ, നമ്മുടെ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന മിററും, അതുപോലെ ഡെൻറ്റിസ്റ്റ് യൂസ് ചെയ്യുന്ന മിററും, അതുപോലെ റോഡ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന മിററും ഒക്കെ എന്താണ്? പ്ലെയിൻ മിറർ അല്ല, അനദർ കാറ്റഗറിയാണത്. അതിൻ്റെ സർഫസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് പ്ലെയിൻ. അതിൻ്റെ സർഫസ് പ്ലെയിൻ അല്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്ട്രീറ്റിൽ കാണുന്ന മിറർ, സ്ട്രീറ്റ് സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ റോഡ് സൈഡിൽ കാണപ്പെടുന്ന മിററുകൾ അത് കുറച്ച് ബൾജ് ഔട്ട് ആയിരിക്കും അല്ലേ? ഇതിൻ്റെ ഈ ഒരു ഔട്ടർ പോർഷൻ അല്ലെങ്കിൽ ഔട്ടർ സൈഡിലേക്ക് കേർവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മിററാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് പ്ലെയിൻ മിറർ അല്ല. സോ അത് അനദർ കാറ്റഗറി ഓഫ് മിററാണ്. സോ ഇതിനെ, ഇത്തരത്തിലുള്ള മിറർ എന്ന് വെച്ചാൽ സർഫസ് പ്ലെയിൻ അല്ലാത്ത ടൈപ്പ് ഓഫ് മിററിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്പെറിക്കൽ മിറർ എന്ന് വിളിക്കാം. സ്പെറിക്കൽ മിറർ. സോ ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു, മിററിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്നാമത്തതാണ് ഫസ്റ്റ് ടൈപ്പ് ഈസ് പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ എന്ന് വെച്ചാൽ തന്നെ എന്താണ്? യെസ്, നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് നമ്മൾ മുഖം നോക്കുന്ന, നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മിറർ, അതിൻ്റെ സർഫസ് എങ്ങനെയാണ്? പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ഉള്ള പ്ലെയിൻ മിറർ ഉണ്ട്. അതുപോലെ സ്പെറിക്കൽ മിറർ. സ്പെറിക്കൽ മിററിൻ്റെ സർഫസ് എങ്ങനെയാണ്? സ്പെറിക്കൽ മിററിൻ്റെ സർഫസ് വിൽ നോട്ട് ബി പ്ലെയിൻ. ഇറ്റ് മേ ബി കർവ്ഡ് ഇൻവേർഡ് ഓർ ഔട്ട്വേർഡ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ടു കാറ്റഗറി ഓഫ് മിറർ. Broadly, if you categorize mirror, you can say that mirror are two types. First one is plain mirror and its surface is flat and smooth.
flat and smooth, right? Then second one, spherical mirror, surface of the mirror is curved inward or curved outward. Sometimes it is curved inward or sometimes it will be outward. അപ്പോൾ ഈ സ്പെറിക്കൽ മിററിനെ കുറിച്ച് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്കൊരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് സ്പെറിക്കൽ മിററിനെ ഈസി ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നോക്കുമ്പോൾ സ്പൂണിന് രണ്ട് വശങ്ങളുണ്ട് അല്ലേ, ഉള്ളിലേക്ക് ഒതുങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ളൊരു ഭാഗവും പിന്നെ ബൾജ് ഔട്ട് അതിൻ്റെ ഔട്ടർ പോർഷൻ എങ്ങനെയാണ് ബൾജ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടാകും അല്ലേ. ഇൻവേർഡ് ആയിട്ടുള്ള ഒരു പോർഷനും ഉണ്ട്, ഔട്ട്വേർഡ് ആയിട്ടുള്ള ഒരു പോർഷനും ഉണ്ട്. നിങ്ങളൊരു സ്പൂൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വൺ സൈഡ് ഈസ് ഇൻവേർഡ് ആൻഡ് അതർ സൈഡ് ഈസ് ഔട്ടർ സർഫസ് ഈസ് ഔട്ട്വേർഡ്. അവിടെ നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ ന്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയൊരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ നമുക്കതിന് നമ്മുടെ ഫേസ് അതിനകത്ത് കാണാൻ പറ്റും അല്ലേ. സ്റ്റീൽ സ്പൂണ് ഭയങ്കര പുതിയതായിട്ട് നമ്മൾ അത് ഉപയോഗിക്കാത്ത ഒരു സ്റ്റീൽ സ്പൂണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്കതിനകത്ത് നമ്മുടെ മുഖം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങളുടെ മുഖം എങ്ങനെയാണ് കാണുന്നത്. രണ്ട് വശം നിങ്ങൾ നോക്കണം. സ്പൂണിൻ്റെ ഉൾവശത്ത് നമ്മുടെ മുഖം നോക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഫേസ് ഇമേജ് അതിനകത്തുള്ളത്. അതുപോലെ ഔട്ടർ സൈഡിൽ എൻ്റെ ഫേസ് നോക്കുമ്പോൾ എങ്ങനെയാണ്, അത് വലുതാണോ ചെറുതാണോ, ഇനി ഒരേ സൈസാണോ, നമ്മുടെ മുഖത്തിന് ഒരേ സൈസ് തന്നെയാണോ ആ ഇമേജിലുള്ളത് ഒക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം വെൻ വി ഒബ്സർവ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഇന്നർ സൈഡ് ഓഫ് ദി സ്പൂൺ. So here is a inner side. This is the inner side of the spoon is curved inward, right? Inner side of the spoon will be curved inward. And what about the image? The image will be inverted. Very important thing ആണ്. നമ്മൾ ഇന്നർ സൈഡ് ഓഫ് ദി സ്പൂൺ നമ്മൾ നോക്കുമ്പം അത് കേർവ്ഡ് ഇൻവേർഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഇമേജ് ആയിരിക്കും? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. ഇൻവേർട്ടഡ് മീൻസ് അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നേരെ തിരിച്ച് തലതിരിച്ച് എന്നൊക്കെ നമ്മൾ പറയും. തലതിരിച്ചിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് സ്പൂണിൻ്റെ ഉൾവശത്ത് കാണുന്നത്. അപ്പോൾ സ്പൂണിൻ്റെ ബാക്ക് വശത്തോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ഔട്ടർ സൈഡിലോ, ഔട്ടർ സൈഡ് എങ്ങനെയാണ്? ബൾജ് ഔട്ട് ആണ് അല്ലേ. ബൾജ് ഔട്ട് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഔട്ടർ സൈഡിൽ വരിക. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഫേസ് നോക്കുകയാണെങ്കിൽ ആ ഫേസ് വിൽ ബി ഇറക്റ്റ് ബട്ട് സ്മോളർ ഇൻ സൈസ്. ഓക്കെ, ഇറക്റ്റ് മീൻസ് വാട്ട്? നേരെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഇമേജ് കാണുന്നത്. ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ. നമ്മുടെ ഇമേജ്, നമ്മുടെ മുഖത്തിൻ്റെ ഇമേജ് നേരെ തന്നെ നമുക്ക് കാണാം. പക്ഷേ എങ്ങനെയായിരിക്കും സൈസ്? സ്മോളർ ഇൻ സൈസ് ആയിരിക്കും. നമ്മുടെ ശരിക്കുള്ള നമ്മുടെ മുഖത്തേക്കാളൊക്കെ വളരെ ചെറിയ ഒരു സൈസിലുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ ഒബ്സർവേഷൻ. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ സൈഡ് നമ്മൾ നോക്കുകയാണ് അല്ലേ. സ്പൂണിൻ്റെ ഇന്നർ സൈഡ് നോക്കുമ്പം അത് കേർവ്ഡ് ഇൻവേർഡ് ആണ്. അത് മാത്രമല്ല ആ ഇമേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആണ്. ഇമേജ് ഇൻവേർട്ടഡ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഔട്ടർ സൈഡാണ് നോക്കുന്നതെങ്കിലോ അത് ബൾജ് ഔട്ട് ആയിട്ടുള്ള ഔട്ടർ സൈഡിൽ നമ്മൾ നോക്കുമ്പം നമ്മുടെ മുഖം എന്ന് പറയുന്നത്, നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്, ഇമേജ് ഓഫ് അവർ ഫേസ് ഈസ് ഇറക്റ്റ്. ഇറക്റ്റ് എന്ന് വെച്ചാൽ നേരെ തന്നെയാണ്, ബട്ട് ഇറ്റ് വിൽ ബി സ്മോൾ. So here you can see that these two we can the spoon ഈ രണ്ട് ഇന്നർ സൈഡും ഔട്ടർ സൈഡും ഇത് രണ്ടും ആക്ട് ലൈക്ക് എ മിറർ. നമ്മുടെ സ്പൂണ് ആക്ട് ലൈക്ക് എ മിറർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഈസ് ഇറ്റ് എ പ്ലെയിൻ മിറർ ഓർ സ്പെറിക്കൽ മിറർ? So what question, right? Very easy. It is spherical mirror because of what? Because of the surface. Surface is not plain. Surface is not flat. But it is curved. Here in the case of here first നമ്മൾ സ്പൂൺ നമ്മൾ ഇന്നർ സൈഡ് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു? കേർവ്ഡ് ഇൻവേർഡ് ആണ് അല്ലേ. കേർവ്ഡ് ഇൻവേർഡ് ആണ്. സോ അത്തരത്തിലുള്ള മിററിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോൺകേവ് മിറർ എന്ന് വിളിക്കാം. കോൺകേവ് മിറർ. ഓക്കെ, ഒരു മിററിൻ്റെ സർഫസ് കേർവ്ഡ് ഇൻവേർഡ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മിററിനെ കോൺകേവ് മിറർ എന്ന് വിളിക്കാം. എന്നാൽ അതിൻ്റെ ഔട്ടർ സൈഡ് എങ്ങനെയായിരുന്നു? ബൾജ് ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കേർവ്ഡ് ഔട്ട്വേർഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ സൈഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മിററിനെ നമുക്ക് കോൺവെക്സ് മിറർ എന്ന് വിളിക്കാം. കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ. കോൺകേവ് മിറർ എന്ന് വെച്ചാൽ എന്താണ്? യെസ്, കോൺകേവ് മിറർ മീൻസ് the reflecting surface is curved inward. Here you can see that the reflecting surface is curved inward.
and it is called concave mirror. And here, in the case of convex mirror, the reflecting surface that curved outward, റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ആണെങ്കിൽ കോൺവെക്സ് എന്നും റിഫ്ലക്ഷൻ സർഫസ് ഇൻവേർഡ് ആണെങ്കിൽ കോൺകേവ് എന്ന് വിളിക്കാം. ഈ ഒരു ഫിഗർ നമ്മൾ തന്നിട്ടുണ്ട്. കോൺകേവ് മിററിൻ്റെ നോക്കിയാൽ അറിയാം ഏതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്, അത് ഇൻവേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയോ കോൺവെക്സിൻ്റെ ഔട്ട്വേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കോൺകേവ് എന്നുള്ളതിന് ഇങ്ങനെ കാണിക്കാം. ഒരു സൈഡ് മാത്രമാണ് റിഫ്ലക്റ്റിംഗ് സൈഡ്, അതർ സൈഡ് ഈസ് ഒപ്പാക്കാന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് മിററിനെ എന്താ വിളിക്കുക? കോൺകേവ് മിറർ എന്ന് വിളിക്കാം. കോൺകേവ്. എന്തുകൊണ്ടാണ് കോൺകേവ് എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം ഇത് ഇൻവേർഡ് ആയിട്ടാണ് ഈ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഈ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേർഡ് ആണ്. സോ നമുക്കതിനെ കോൺകേവ് എന്ന് വിളിക്കാം. ഇനി വടപോലെ കോൺവെക്സ്. കോൺവെക്സ് മിററിനെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുക? കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? യെസ്, ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് ഔട്ട്വേർഡ്. സോ ഈ നമുക്ക് ഇൻസൈഡിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഒപ്പാക്കാണ്, ഷെയ്ഡ് കൊടുക്കാം. ഈ ഒരു സൈഡ് ആണ് റിഫ്ലക്റ്റിംഗ് സൈഡ്. സോ റിഫ്ലക്റ്റിംഗ് സൈഡ് എന്ന് പറയുന്നത് ബൾജ് ഔട്ട് ആയിരിക്കും, അല്ലെങ്കിൽ കേർവ്ഡ് ഔട്ട്വേർഡ് ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് കോൺവെക്സിനെയും കോൺകേവിനെയും സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോൺകേവ് മിററും കോൺവെക്സ് മിററിനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് കോൺകേവ് മിററിൻ്റെ ഇമേജ് ഉള്ളത്, എങ്ങനെയാണ് കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഉള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ ഹിയർ യു ക്യാൻ സീ വൺ പിക്ചർ. അവിടെ രണ്ട് മിററുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? യെസ്, ഹിയർ വി ഹാവ് വൺ കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. ദാറ്റ് മീൻസ് സ്പെറിക്കൽ മിററാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിററുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ടോയ് നമുക്ക് നമ്മുടെ ആ ഒരു മിററിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഭയങ്കര അടുത്തായിട്ടാണ് ഒരു ടോയ് ഇരിക്കുന്നത്. യെസ്, നമ്മുടെ മിററിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടോയ് ഉണ്ട്. എങ്ങനെയാണ് കോൺകേവ് മിററിൻ്റെ ഇമേജ്? എങ്ങനെയാണ്? ലാർജ് അല്ലേ. നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ടോയ് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇമേജ്? ഇമേജ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എൻലാർജ്ഡ് ഇമേജ്. എൻലാർജ്ഡ് ഇമേജ് എപ്പോഴാണ് നമുക്ക് എൻലാർജ്ഡ് ഇമേജ് കിട്ടിയത്? when object is near to മിറർ. മിററിൽ തൊട്ടടുത്താണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. ആ സമയത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ കോൺകേവ് മിററിൽ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജാണ് കിട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് അത്? ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ? യെസ്, ഇറക്റ്റ് ആണ് അല്ലേ. നേരെ തന്നെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അപ്പോൾ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നുണ്ട്. വടപോലെ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിലും ഇറക്റ്റൊക്കെ തന്നെയാണ്, പക്ഷേ സൈസ് എങ്ങനെയാണ്? വളരെ സ്മോൾ ആണല്ലേ. വളരെ സ്മോൾ എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒബ്സർവേഷൻ. when object is near to, ഭയങ്കര നിയർ ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ കോൺകേവിലാണെങ്കിൽ അത് എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജും, കോൺവെക്സിലാണെങ്കിൽ ഇറക്റ്റും ഡിമിനിഷ്ഡും ആയിട്ടുള്ള ഒരു ഇമേജാണ് കിട്ടുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ. കോൺകേവ് മിററിൽ കോൺവെക്സ് മിറർ തന്നെയാണ് ഇവിടെ ഉള്ളത്, പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് കൂട്ടിയിട്ടുണ്ട് അല്ലേ. മിററിൽ നിന്നും ആ ഒരു ടോയിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. സോ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ഈസ് far from the മിററിൽ നിന്നും കുറച്ച് ദൂരെയായിട്ടാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്? നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് ഒബ്സർവേഷൻ കാണുന്നത്? അപ്പോൾ കോൺകേവ് മിററിലെ ഇമേജ് എങ്ങനെയായിരുന്നു? യെസ്, കോൺകേവ് മിററിലെ ഇമേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആണ് അല്ലേ. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മൾ ഫസ്റ്റ് കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചൊന്ന് സ്മോൾ ആയിട്ടുണ്ടല്ലേ. വളരെ സ്മോൾ എന്ന് നമുക്ക് പറയത്തില്ല, കുറച്ച് സൈസ് കുറഞ്ഞിട്ടുണ്ട്. ദെൻ വടപടെ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൽ ഇറക്റ്റ് ആണ്. ദെൻ സൈസ് ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്. ചെറിയ സൈസ് തന്നെയാണ് അല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല.
ഡിമിനിഷ്ഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. സോ ദീസ് ഈസ് ദ ഒബ്സർവേഷൻ. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ നിയർ ആയിരുന്ന സമയത്തും സെക്കൻഡ് കേസിൽ ഒബ്ജക്റ്റ് ഫാർ അവേ ഫ്രം ദ മിറർ. ഇങ്ങനെ രണ്ട് കേസാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കത് നോക്കിയാലോ വിശദമായിട്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ കോൺകേവ് മിററാണ്. സോ കോൺകേവ് മിററിൽ എങ്ങനെയാണ്, ഒബ്ജക്റ്റ് മിററിന് ക്ലോസ് ആയിരുന്ന സമയത്ത് ദ ഇമേജ് ഈസ് ഇറക്റ്റ്. സോ ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺകേവ് മിററിന്, ഏത് മിററാണ്, കോൺകേവ് മിററിന് ക്ലോസ് ആയിരുന്ന സമയത്ത്, ക്ലോസ് ടു ദ മിറർ ആയിരുന്ന സമയത്ത് ഇമേജ് ഈസ് ഇറക്റ്റ് ബട്ട് ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ് ഇൻ സൈസ്. ഓക്കെ, ലാർജർ ദാൻ എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് എന്ത് വിളിക്കാം, എൻലാർജ്ഡ് ആണെന്ന് പറയാം. എൻലാർജ്. സോ 3 പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. കോൺകേവ് മിററാണ് നമ്മൾ യൂസ് ചെയ്തത്. എങ്ങനെയാണ് വെച്ചേക്കുന്നത്, യെസ്, ക്ലോസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ആ സമയത്ത് എന്തായിരുന്നു ഇമേജ്, എൻലാർജ് ആൻഡ് ഇറക്റ്റ്. ഈ ഒരു പോയിന്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് പോയിന്റാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെയോ നമ്മൾ ദൂരോട്ട് മാറ്റുക, അല്ലേ, നമ്മുടെ മൂഡ് ഫേർദർ അവേ, പുറകോട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ദൂരം കൂട്ടുവാണ്. ആ സമയത്തോ ഇമേജ് എങ്ങനെയായി, ഇൻവേർട്ടഡ് ആയിട്ട് മാറി. ഇമേജ് ഇൻവേർട്ടഡ് ആയിട്ട് മാറി. എന്നിട്ടോ അത് മാത്രമല്ല, ഫസ്റ്റ് എൻലാർജ്ഡ് ആയിരുന്നു, അതിനുശേഷം അത് സ്മോളർ ആവാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കേസ് ഓഫ് കോൺകേവ് മിറർ. അടുത്തായിരുന്ന സമയത്ത്, നിയർ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലോസ് ആയിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അത്, നിയർ ആയിരുന്ന സമയത്ത് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് എങ്ങനെയായിരുന്നു, ഒബ്ജക്റ്റ് എൻലാർജ്ഡ് ആയിരുന്നു. പിന്നീട് നമ്മൾ ദൂരം കൂട്ടിയപ്പോഴേക്കും ഇറക്റ്റായി മാറുകയും, ഇൻവേർട്ടഡ് ആയിട്ട് മാറുകയും അതോടൊപ്പം സൈസ് കുറച്ച് ചെറുതാവാനും തുടങ്ങി. Then here, what about a convex? In the case of convex mirror, image is always erect. So that is a point. Convex mirror എപ്പോഴും ഇറക്റ്റ് ആണ്, എപ്പോഴും സ്മോളർ ആണ്. ഓക്കെ, കോൺകേവിലാണ് ഡിഫറൻറ്റ് വരുന്നത്, അല്ലേ. കോൺകേവിലാണ് അടുത്ത് വന്നപ്പം എൻലാർജ്ഡും ഇറക്റ്റും ആയി. അകലം തോറും എന്ത് സംഭവിച്ചു, അകലം തോറും അതിൻ്റെ സൈസിൽ ചെറിയൊരു കുറവുണ്ടായി. അത് മാത്രമല്ല ഇൻവേർട്ടഡ് ആയിട്ട് മാറി. ബട്ട് വാട്ട് അബൌട്ട് എ കോൺവെക്സ് മിറർ? കോൺവെക്സ് മിററിൽ എപ്പോഴും എൻലാർജ്ഡ് അല്ല, വളരെ ഡിമിനിഷ്ഡ് ആണ്. അത് മാത്രമല്ല ഇറക്റ്റും ആണ്. ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ദീസ് ആർ ദ പോയിന്റ്സ് യു ഹാവ് ടു സ്റ്റഡി ഇൻ ദ കേസ് ഓഫ് സ്പെറിക്കൽ മിറർ. അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിയാൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ആദ്യം പഠിച്ചത് ലൈറ്റിനെ കുറിച്ചാണ്. എന്തായിരുന്നു ലൈറ്റ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഹെൽപ്പ് അസ് ടു സീ ദ ഒബ്ജക്റ്റ് അറൗണ്ട് അസ്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടു, കുറച്ച് മിറേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, അല്ലേ. പിന്നെ നമ്മൾ ബ്രോഡ്ലി മിറേഴ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈപ്പ് ഈസ് പ്ലെയിൻ മിറർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പെറിക്കൽ മിറർ. ഇപ്പോൾ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റെഗുലർലി നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന മിററാണ് പ്ലെയിൻ മിറർ. അതിൻ്റെ സർഫസ് ഫ്ലാറ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും. സ്പെറിക്കൽ മിറർ എന്ന് വെച്ചാൽ കേർവ്ഡ് ആയിട്ടുള്ള സർഫസ് വരുന്നത്, എന്ന് വെച്ചാൽ കേർവ്ഡ് ഇൻവേർഡ് ആയിരിക്കും, ഔട്ട്വേർഡ് ആയിരിക്കും എന്ന് പറയുന്ന സർഫസ് വരുന്നതിനെ നമുക്ക് സ്പെറിക്കൽ മിറർ എന്ന് വിളിക്കാം. അപ്പോൾ ആ സ്പെറിക്കൽ മിററിനെ നമ്മൾ എങ്ങനെയാണ് പരിചയപ്പെട്ടെ? യെസ്, നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു സ്പൂൺ വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അല്ലേ. ആ സ്പൂണിൽ നമ്മൾ കാണുന്ന നമ്മുടെ ഇമേജ് വെച്ചിട്ട് നമുക്ക് കോൺകേവും കോൺവെക്സും പറയാൻ വേണ്ടി പറ്റും. കോൺകേവ് ഇസ് ലുക്സ് ലൈക്ക് ആൻ ഇന്നർ സൈഡ് ഓഫ് ദി സ്പൂൺ, കോൺവെക്സ് ഇസ് ലുക്ക് ലൈക്ക് എ ഔട്ടർ സൈഡ് ഓഫ് ദി സ്പൂൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്, ഇന്നർ സൈഡിലാണെങ്കിൽ ഇമേജ് ഇൻവേർട്ടഡും ഔട്ടർ സൈഡിലാണെങ്കിൽ ഇമേജ് ഇറക്റ്റ് ആൻഡ് ബൾജ് ഔട്ട് ആയിട്ടുള്ള ആ ഒരു ഔട്ടർ സൈഡിലാണെങ്കിൽ ഈ ഇറക്റ്റ് ആൻഡ് സ്മോൾ ആയിട്ട് നമുക്ക് കാണപ്പെടുന്നു. സോ ഈ ഇന്നർ സൈഡിൽ, ഇന്നറിലേക്ക് കേർവ്ഡ് ചെയ്തിരിക്കുന്നതിന് നമ്മൾ കോൺകേവ് എന്നും ഔട്ടർ സൈഡിലേക്കാണ് അത് കേർവ് ചെയ്തിരിക്കുന്നതെങ്കിൽ കോൺവെക്സ് മിറർ എന്ന് വിളിക്കുന്നു. സോ സ്പെറിക്കൽ മിററിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, കോൺകേവ് മിററും കോൺവെക്സ് മിററും. നമ്മളതെങ്ങനെ വരയ്ക്കാതെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ ക്യാരക്ടറിസ്റ്റിക്കാണ് നമ്മൾ പഠിച്ചത്. കോൺകേവ് മിററിൻ്റെ നിയർ ആയിട്ട്, ഓക്കെ, കോൺകേവ് മിററാണ് ഇവിടെ ഉള്ളത്. നിയർ, തൊട്ടടുത്ത് തന്നെ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇവിടെ തൊട്ടടുത്താണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ സൈസ് എൻലാർജ്ഡ് ആയിരിക്കും, വലിയൊരു സൈസാണ് കിട്ടുന്നത്. അതോടൊപ്പം ഇറക്റ്റ് ആയിരിക്കും. ദൂരെയാണ് വെക്കുന്നതെങ്കിലോ, ദൂരെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ
സൈസ് എങ്ങനെയായിരിക്കും? സൈസ് പതിയെ പതിയെ കുറഞ്ഞു വരും. അത് മാത്രമല്ല ഇൻവേർട്ടഡ് ആയിട്ടുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത്. കോൺവെക്സിലാണെങ്കിൽ എപ്പോഴും ഇറക്റ്റ് ആൻഡ് സ്മോളർ സൈസ് ആയിട്ടുള്ള ഇമേജാണ് കിട്ടുന്നത്. സോ ദീസ് ആർ ദ പോയിന്റ്സ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നന്നായിട്ട് പഠിക്കുക. സോ ബൈ.